എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫോണിൽ എങ്ങനെ സിം കാർഡ് ഇടാം, അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾക്കിത് തോന്നുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നെങ്കിലും നമ്മളിൽ മിക്കവാറും പേര് സിം കാർഡ് ചേഞ്ച് ചെയ്യുന്നത് തെറ്റായ പ്രൊസീജിയറായിരിക്കും ഫോളോ ചെയ്യുന്നത്. അത് ഞാൻ ഈ വീഡിയോ പറയുന്നതായിരിക്കും. നിങ്ങൾ തെറ്റായ പ്രൊസീജിയറാണ് ചെയ്യുന്നതെങ്കിൽ ഇനി ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിങ്ങനെ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ പല പോർട്ടുകളും പല ബട്ടൺസും കാണാൻ സാധിക്കും. ആദ്യമേ തന്നെ ഇവ എന്തിനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവണം. ആദ്യമേ കണ്ടത് അലേർട്ട് സൈഡറും പിന്നീടുള്ളത് വോളിയം അപ്പ് ആൻഡ് ഡൗണും, ഈ കാണുന്ന 3.5mm ഓഡിയോ ജാക്കിൻ്റെ പോർട്ടും, പിന്നെ ഇത് മൈക്രോഫോണിനുള്ളതും ചാർജിങ് പോർട്ട്, ഇതുകൂടാതെ സ്പീക്കർ ഗ്രില്ല് എന്നിവയാണ് ഈ കാണുന്നത്. ഈ ഫോണിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ മുകളിലായിട്ട് കാണുന്ന പവർ ബട്ടണും ഇതുപോലെ ഒരു ഹോളും പിന്നെ ഇങ്ങനെ കട്ടൗട്ടും ഉള്ളതാണ് സിമ്മിനുള്ള ട്രേ കാണിക്കുന്നത്. ഇപ്പം മിക്ക ഫോണുകളുടെയും സിം ട്രേ ഇതുപോലെ കട്ടൗട്ടിൽ ഹോൾ ഉള്ളതാണ്. പലരും സിം ട്രേയുടെ ഹോളിന് പകരം മൈക്രോഫോണിൻ്റെ ഹോളിൽ ചെന്ന് സിം ഇജക്റ്റിംഗ് ടൂൾ ഇടുകയും മൈക്രോഫോൺ ഡാമേജ് ആകുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കട്ടൗട്ടിനുള്ളിലെ ഹോളിൽ മാത്രം സിം ഇജക്റ്റിംഗ് ടൂൾ ഇടുക. രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിം ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പുതിയ സിം ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഫോൺ ഓഫായിരിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മളിൽ പലരും തെറ്റായിട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫോണിൻ്റെ സിം ട്രേ റിമൂവ് ചെയ്യാനുള്ള ടൂളാണിത്, സിം ഇജക്റ്റിംഗ് ടൂൾ. നമുക്ക് വേണമെങ്കിൽ പേപ്പർ പിന്നും യൂസ് ചെയ്യാം, എന്നാലും അതിൻ്റെ കൂടെ കിട്ടുന്ന ടൂൾ യൂസ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു സ്ലോട്ടായിരിക്കും അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ വേറെ ഏതെങ്കിലും ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം ഡാമേജ് ആക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ സിം ട്രേ നോക്കിക്കഴിഞ്ഞാൽ വൺ സൈഡ് കറക്റ്റ് സിമ്മിന് വേണ്ടിയിട്ട് സ്ലോട്ട് കട്ട് ചെയ്തിരിക്കുന്നു, മറ്റേ സൈഡ് ചിലപ്പോൾ പ്ലെയിനായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും. നമ്മുടെ സിമ്മിൻ്റെ ഒരു വൺ സൈഡ് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു കോർണറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും. അത് പ്ലേസ് ആവുന്ന രീതിയിൽ സിം ഇതിൽ വെക്കാം. പലരുടെയും പല രീതിയിലായിരിക്കും. ഇത് വേറെ സൈഡിൽ ചെല്ലുമ്പോൾ സിമ്മ് മുകളിലേക്ക് വരാം, ചിലപ്പോൾ താഴത്തേക്ക് വരാം. രണ്ടാമത്തെ കാര്യം, ഈ സിമ്മ് തിരിച്ചിടുമ്പോൾ ഇടുന്ന ടൈമിൽ നമ്മുടെ ഹോള് കറക്റ്റ് മാച്ച് ആവുന്ന സൈഡിൽ നോക്കി തന്നെ ഇടണം. മാച്ച് ആവത്തില്ലെങ്കിൽ സിം ട്രേയിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സിം ട്രേ ഡാമേജ് ചെയ്യാനും സിമ്മ് ഡാമേജ് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സിമ്മ് എൻ്റർ ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് നോക്കുക. ഈ ഹോള് മാച്ച് ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ ഹോള് ഏത് സൈഡിലാണ് വന്നെ ആ സൈഡിൽ തന്നെ ട്രേയുടെ ഹോളും കറക്റ്റായിട്ട് വന്ന രീതിയിൽ വെച്ചിട്ട് അതിലേക്ക് സിം ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ സിം കാർഡ് റിമൂവ് ചെയ്യുന്ന ടൈമിലും ഇടുന്ന ടൈമിലും പവർ ഓഫ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഇത് ഷോർട്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുപോലെ നമ്മുടെ ഫോണിൻ്റെ സിം സ്ലോട്ട് ഡാമേജ് ആവുക അല്ലെങ്കിൽ നമ്മുടെ സിമ്മ് ഡാമേജ് ആവാനാണ് സാധ്യത കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ സിമ്മ് ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ഫോൺ ഓഫ് ചെയ്തിട്ട് സിമ്മ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളൊരു പഴയ സിമ്മൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇടുന്ന ടൈമിൽ ആ സിമ്മൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ആ സിം കാർഡിൽ സ്ക്രാച്ചൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങൾ സിം ചേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. കാരണം പണ്ടത്തെ ഫോണുകളിൽ ഇത് ബാറ്ററി റിമൂവ് ചെയ്തിട്ടാണ് സിം ചേഞ്ച് ചെയ്തുകൊണ്ട് നോർമലി എല്ലാവരും ഫോൺ ഓഫ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ സിം ട്രേ വന്നതുകൊണ്ട് മിക്ക ആൾക്കാരും ഫോൺ ഓഫ് ചെയ്യാതെ ഡയറക്റ്റ് സിം റിമൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ.